എൻ്റെ പേര് ഷീല ദേവസി. ഞാൻ കാലടി മാണിക്യമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മകളുടെ മകൻ മിലൻ ജോൺ. മിലന് കിട്ടിയ ഒരു വലിയൊരു ദൈവാനുഗ്രഹത്തെപ്പറ്റി പറയുവാനാണ്, സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2 മാസം മുമ്പ് ഈ കുഞ്ഞിൻ്റെ കൈ ഡോറിൻ്റെ ഇടയിൽ പോയി. ഒരു വിരലിൽ മുറിഞ്ഞ് താഴെ വീണുപോയി. ഒരു വിരൽ 70% മുറിഞ്ഞു. ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് ക്രഷായി പോയത് കൊണ്ട് ഇതിന് തിരിച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റില്ല, കൈ ബാക്കി കൂടെ മുറിച്ച് കളഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാം. ഇപ്പോൾ ഇത് സംഭവിച്ചത് 8:30-ക്കാണ്. പിറ്റേ ദിവസം രാവിലെ 6:30 ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ആ വരാന്തയിൽ നിന്ന് മുട്ടയിൽ നിന്ന് കൈ വിരിച്ച്, കൃപാസനം മാതാവേ, എൻ്റെ കുഞ്ഞിനൊരു ഡിഫക്റ്റും വരുത്തല്ലേ, പൂർണ്ണമായി എൻ്റെ കുഞ്ഞിൻ്റെ കൈവിരലുകൾ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൈ മുറിഞ്ഞത് ചേർത്ത് വെക്കാൻ പാകാത്ത വിധം ക്രഷായി പോയിരുന്നു. അപ്പോൾ എൻ്റെ മകൾ, ഇവൻ്റെ അമ്മ ഒരു ഡോക്ടറാണ്. അവളുടെ പ്രൊഫസറിനെ കൊണ്ട് അവൾ വിളിപ്പിച്ചു. ഡോക്ടറിനെ ഒത്തിരി പേരെ കൊണ്ട് സപ്പോർട്ട് വിളിച്ച് അവസാനം ഡോക്ടർ പറഞ്ഞു, ആ ക്രഷായി പോയ ഭാഗം തിരിച്ചു വെക്കാൻ പറ്റത്തില്ല, ഗ്രാഫ്റ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ. അത് ഒരു 50% തന്നെ പ്രതീക്ഷയെ നമുക്ക് ഉള്ളൂ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞ് ഡോക്ടർ ആ മുറിഞ്ഞു പോയ ഭാഗം തന്നെ ശരിയാക്കി തിരിച്ചു വെച്ച് കഴിഞ്ഞ് നെയിൽ ബെഡ്, നഖം വരുന്ന ഭാഗം ഒരിക്കലും തിരിച്ച് അങ്ങനെ ക്രഷായി പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ നെയിൽ ബെഡ് ഡോക്ടർ പറഞ്ഞു, ഞാൻ അതും ആ ക്രഷായ ഭാഗത്തുനിന്ന് തിരഞ്ഞെടുത്ത് ഞാൻ തിരിച്ച് റീഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്താകുമെന്ന് പറയാം, നെയിൽ അങ്ങനെ തിരിച്ച് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. 5 മാസത്തിനുള്ളിൽ അങ്ങനെ നെയിൽ വരുമോയെന്ന് 5 മാസമൊക്കെ കഴിയണം, നെയിൽ വരാൻ സാധ്യതയില്ല, വന്നാലും എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥന ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഞാൻ അമ്മയുടെ എണ്ണയും തേക്കും ഉപ്പും പുരട്ടും. 14/10/2021 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്നു മുതൽ ഞാൻ പൂജാവസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ എനിക്ക് ഈ 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ടതായത്, 14ാമത്തെ പ്രാവശ്യം പുതുക്കേണ്ടതായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ഞാൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കൈ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞിരുന്നു. എന്നും പറയും. ഒരാഴ്ച മുമ്പ് ഞാൻ അവൻ്റെ നഖം വരാതായപ്പോൾ, അമ്മേ, സ്വർഗാരോഹണ തിരുനാളായല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ നഖം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ നഖമുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ അവൻ്റെ കൈവിരലിൻ്റെ നഖം പകുതിയും വന്നിരിക്കുന്നു. ഈ വിരലാണ് പൂർണ്ണമായി, ഈ വിരൽ ഒരു ഡിഫക്റ്റുമില്ലാതെ സൗഖ്യപ്പെട്ടു. അതെനിക്ക് എല്ലാവരും പ്രശസ്തനായ ഡോക്ടർ ഉണ്ടായിരുന്നു, ഒത്തിരി എല്ലാ മെഡിസിൻസും ഉണ്ടായിരുന്നു. അമ്മ ഡോക്ടറാണ്. എന്നാലും മാതാവിൻ്റെ ഈശോനാഥൻ്റെയും ഒരനുഗ്രഹമില്ലാതെ ഇത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം പോയതാണ്. ഇത് ഡോക്ടറല്ല, ലേപനാഭിഷേകങ്ങളുമല്ല, ഇതിവിടുത്തെ കരുണ കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു കിട്ടിയതാണ്. പിന്നെ ഇവന് എപ്പോഴും പനി വരുമായിരുന്നു. ആദ്യമൊക്കെ 1 മാസത്തിൽ 1 പ്രാവശ്യം പനിക്കും. അങ്ങനെ ആയി. പിന്നെ അത് 1 മാസത്തിൽ 3 പ്രാവശ്യം പനിക്കും. ആ പനി അമ്മയോട് പറഞ്ഞു. അമ്മയുടെ വിശുദ്ധ എണ്ണയും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇവന് പനി വന്നിട്ട് 6 മാസമായി. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഫുഡുണ്ടാക്കി ഞാനും ഇവനും കൂടെ പോയി സ്ട്രീറ്റിലുള്ള ആൾക്കാർക്ക് ബഗേഴ്സൊക്കെ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുക്കും. പത്രം വാങ്ങി ചെന്നൈയിൽ, തമിഴ് പത്രം വാങ്ങി ചെന്നൈയിലും, ഇംഗ്ലീഷ് പത്രം വാങ്ങി ഷില്ലോങ്ങിൽ ഓരോരുത്തരുടെ അഡ്രസ്സ് വെച്ച് അയച്ചു കൊടുക്കും. കുർബാനയ്ക്ക് ചെന്നൈയിൽ എല്ലാ ദിവസവും എനിക്ക് പോകാൻ സാധിക്കില്ല.
എല്ലാ ദിവസവും പോകാൻ സാധിക്കില്ല. ചെന്നൈയിൽ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല. എല്ലാ സൺഡേയിലും ഞങ്ങൾ കുർബാനയ്ക്ക് പോകും, കുമ്പസാരിക്കും, ബൈബിൾ വായിക്കും. ആദ്യമൊക്കെ ഞാൻ അരമണിക്കൂർ നേരം ഭയങ്കര ഹാർഡ്ലിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ വലിയ ഒരു ആവേശമാണ്. ബൈബിൾ വായിച്ചാൽ എത്ര വായിച്ചാലും എനിക്ക് മതിയാകാത്ത വണ്ണം വലിയ ഒരു ആവേശത്തിലാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. എൻ്റെ ജീവിതം എന്നെ ഒത്തിരി വിശദീകരിച്ചു ഈ ഉടമ്പടി. ഇതിങ്ങനെ വന്നത് തന്നെ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് തമ്പുരാനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നതെന്ന് എന്നും എൻ്റെ മനസ്സിൽ തോന്നിക്കാറുണ്ട്. സാധാരണക്കാരായ ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ ആ പോകുന്ന സമയത്ത് ഒരു 3-4 ദിവസം 5 ദിവസം ഒക്കെ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ തുടർച്ചയായി ഞാൻ ഇപ്പോൾ 4 വർഷമായി തമ്പുരാൻ്റെ കൈപിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഇതെല്ലാം എനിക്ക് ഈ ഉടമ്പടിയിലൂടെയാണ് കിട്ടിയത്. ഈ പദ്ധതി ഇത് നമ്മൾ ഈ സാധാരണക്കാരിൽ എത്തിച്ച ഒരു വലിയ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്.